this election seems to be between LDF and UDF. But there is actually a hidden reality in this election. ഈ തിരഞ്ഞെടുപ്പ് പുറത്തുനിന്ന് കാണുമ്പോൾ UDF-ഉം LDF-ഉം തമ്മിലുള്ള ഒരു തിരഞ്ഞെടുപ്പായിട്ട് നമുക്ക് തോന്നും. പക്ഷെ അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. The hidden reality is that the LDF is being fully supported by the RSS, the BJP and the Prime Minister of India. ആ ഒളിഞ്ഞു കിടക്കുന്ന യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ എതിരാളിയായ LDF BJP-യുടെയും RSS-ന്റെയും നരേന്ദ്രമോദിയുടെയും പരിപൂർണ പിന്തുണയിലാണ് മത്സരിക്കുന്നത് എന്നുള്ളതാണ്. So it's interesting that the left parties are being supported by the extreme right party in India. അതുകൊണ്ട് ഒരു വലിയ പ്രത്യേകതയുണ്ട്. നമ്മുടെ ഈ നാട്ടിലെ ഇടതുപക്ഷ പാർട്ടി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏറ്റവും തീവ്ര വലതുപക്ഷ പാർട്ടിയുടെ പിന്തുണയോടുകൂടിയാണ് മത്സരിക്കുന്നത് എന്നതാണ്. The BJP attacks minorities across the country, burns churches in Manipur, attacks Kerala nurses in Chhattisgarh, and yet it is supporting the LDF. And the LDF is happily taking the support. ഇവിടെ യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ LDF-നെ പിന്തുണയ്ക്കുന്ന BJP ഈ രാജ്യത്ത് മുഴുവൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെ വലിയ വേട്ടയാണ് നടത്തുന്നത്. മണിപ്പൂരിലെ പള്ളികൾ മുഴുവൻ തകർക്കുന്ന BJP, അതുപോലെ തന്നെ ഛത്തീസ്ഗഡിലെ നമ്മുടെ കന്യാസ്ത്രീകളെ ഉപദ്രവിക്കുന്ന ജയിലിലടയ്ക്കുന്ന BJP. പക്ഷേ അവർ ഈ സംസ്ഥാനത്ത് LDF-നെ പിന്തുണയ്ക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. And the reality is that the left front is no longer a left party. ശരിക്കുമുള്ള യാഥാർത്ഥ്യം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നവര് ഇടതുപക്ഷമല്ലാതെയായി മാറിയിരിക്കുന്നു. It has become a corporate party just like the BJP. അവർ BJP-യെ പോലെ ഒരു കുത്തകവൽകൃത പാർട്ടിയായി ഇന്ന് LDF മാറിയിരിക്കുകയാണ്. Wherever Narendra Modi goes, he talks about religion, temples, gods. നരേന്ദ്രമോദി എവിടെയെല്ലാം പോകുന്നു അവിടെയെല്ലാം അദ്ദേഹം മതത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമാണ് വാചാലനാവുന്നത്. But when he comes to Kerala, he does not speak about the gold stolen from Sabarimala temple. പക്ഷേ അദ്ദേഹം കേരളത്തിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പരിപാവനമായ ശബരിമല ക്ഷേത്രത്തിൽ നടത്തിയ സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് ഒരക്ഷരം പോലും മിണ്ടുന്നില്ല. He does not speak about the gold. He does not speak about the gold stolen from Ayyappaji. അദ്ദേഹം അയ്യപ്പന്റെ സ്വർണം കട്ടതിനെ കുറിച്ച് അദ്ദേഹം ഒരക്ഷരം ഇവിടെ വരുമ്പോൾ മിണ്ടുന്നില്ല. There are also no CBI, no ED interrogations of the chief minister and his family. അതുപോലെ തന്നെയാണ് മുഖ്യമന്ത്രിയും കുടുംബത്തിനുമെതിരെ CBI-യുടെയോ ED-യുടെയോ ഒന്നും ഒരു അന്വേഷണം പോലും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. And the reason is they are partners. അതിന്റെ കാരണം അവർ യഥാർത്ഥത്തിൽ ഒരുമിച്ചാണ് എന്നുള്ളത്, അവർ പങ്കാളികളാണ് എന്നുള്ളതാണ്. And frankly, I am not saying it. LDF workers, LDF leaders are saying it. In the last meeting, there was a senior LDF minister, ex-minister, who was on our stage. Their candidates are fighting, supported by the UDF. So it's very clear to LDF workers and leaders that the LDF is no longer the LDF. ഇത് ഞാൻ മാത്രം പറയുന്നതല്ല, മറിച്ച് ഇന്ന് CPM-ന്റെ നേതാക്കന്മാർ പോലും പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രചരണത്തിൽ പങ്കെടുത്തപ്പോൾ അവിടെ UDF-ന്റെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ഒരു CPM-ന്റെ പഴയ പ്രവർത്തകൻ നേതാവുണ്ടായിരുന്നു. അദ്ദേഹം പോലും മന്ത്രി ഉണ്ടായിരുന്നു. അദ്ദേഹം പോലും പറയുകയാണ് ഇന്ന് LDF ഇടതുപക്ഷമല്ലാതെയായി മാറിയിരിക്കുന്നു എന്നുള്ളത്. If it was in fact the left, workers, plantations would not be suffering. അവര് ഇടതുപക്ഷമായിരുന്നെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പ്ലാന്റേഷൻ തൊഴിലാളികൾ അതുപോലെ തന്നെയുള്ള കർഷകർ ഒരിക്കലും ദുരിതത്തിലാവുകയില്ലായിരുന്നു. Tea, rubber, cardamom, all these are declining rapidly in Kerala. ഇന്ന് കേരളത്തിൽ ഏലം, അതുപോലെ തന്നെ തേയില, അതുപോലെ തന്നെ റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക മൂല്യങ്ങൾ
താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. In the last election, the LDF promised to raise rubber MSP to 250 rupees. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുൻപ് LDF റബ്ബർ വില, അടിസ്ഥാന റബ്ബറിന്റെ വില, താങ്ങുവില 250 രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നു. They didn't fulfill the promise. പക്ഷേ അവർ ആ വാഗ്ദാനം പാലിച്ചില്ല. And now the BJP controlled rubber board is unwilling to raise the MSP to 300. പക്ഷേ ഇപ്പോ BJP നിയന്ത്രിക്കുന്ന റബ്ബർ ബോർഡ് ആ റബ്ബറിന്റെ താങ്ങുവില 250 ആക്കി ഉയർത്തുന്നതിൽ താല്പര്യമില്ലാതിരിക്കുകയാണ്. Thousands and thousands of families have been denied pattas, patayams, land rights by the LDF government. ഈ LDF ഗവൺമെന്റ് സർക്കാർ ആയിരക്കണക്കിന് മനുഷ്യർക്ക് അവരുടെ ഭൂമിയുടെ പട്ടയം നൽകുന്നതിന് നിന്ന് പിൻവാങ്ങിയിരിക്കുകയാണ്. They cannot construct or cultivate because they do not have rights on their own land. അവർക്ക് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളോ അല്ലെങ്കിൽ കാർഷിക വൃത്തിയോ നടത്താൻ കഴിയുന്നില്ല. കാരണം അവർക്ക് അവരുടെ സ്വന്തം ഭൂമിയിൽ അവകാശമില്ലാതെയായിരിക്കുന്നു. And the healthcare system of Kerala is also collapsing. അതുപോലെ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗം ഇന്ന് പരിപൂർണ തകർച്ചയിലായി മാറിയിരിക്കുകയാണ്. There's not a single super specialty hospital in Idukki. ഇന്ന് ഇടുക്കിയിൽ ഒരൊറ്റ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പോലും ഇല്ലാത്ത അവസ്ഥയാണ് ഈ നാടിനുള്ളത്. And people are being forced to visit Kottayam and Ernakulam for emergency. ഇവിടുത്തെ മനുഷ്യർ കോട്ടയം മെഡിക്കൽ കോളേജും എറണാകുളവും ഉൾപ്പെടെ ആശ്രയിക്കുന്നതിന് വേണ്ടി നിർബന്ധിതരായിരിക്കുകയാണ്. So which left party would do this? ഏത് ഇടതുപക്ഷ പാർട്ടിയാണ് ഇത്തരത്തിൽ ചെയ്യാൻ സാധിക്കുക? Only a corporatist partner of the BJP would do this. BJPയുടെ കുത്തകളുടെ പങ്കാളികൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ കേരളത്തിൽ ചെയ്യാൻ സാധിക്കുക. And that is exactly what they're doing. അത് തന്നെയാണ് ഇന്ന് ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്നതും. Even if you look at the employment situation in Kerala, 1 out of 3 youth in Kerala is unemployed. ഇന്ന് കേരളത്തിലെ തൊഴിൽ അവസരങ്ങളെ കുറിച്ച് നോക്കിയാൽ 3-ൽ 1 യുവാക്കൾക്ക് ഇന്ന് തൊഴിലില്ലാത്ത സാഹചര്യമാണുള്ളത്. And if you want a job, you have to be affiliated to the CPM or the left front. അവർക്ക് ജോലി ലഭിക്കണമെങ്കിൽ CPM-ന്റെയോ ഇടതുപക്ഷ മുന്നണിയോടൊപ്പം നിൽക്കാൻ മാത്രമേ ജോലി ലഭിക്കുകയുള്ളൂ എന്ന സാഹചര്യം ഇന്ന് കേരളത്തിൽ. Young people who are not affiliated to the left front cannot get a job in Kerala. They have to go overseas. ഇടതുപക്ഷത്തോട് എതിർത്ത് നിൽക്കുന്ന ചെറുപ്പക്കാർക്ക് ഇന്ന് കേരളത്തിൽ ജോലി നിഷേധിക്കപ്പെടുകയാണ്. അവർക്ക് ഇന്ന് കടൽ കടന്ന് പോകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. And of course, Kerala is now leading the country in drugs. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു വിപത്ത് ഇന്ന് കേരളം ഇന്ന് രാജ്യത്തെ ലഹരിയിൽ ഏറ്റവും മുൻപന്തിയിലായി മാറിയിരിക്കുകയാണ്. All these issues reflect the failure of the left front. ഇതെല്ലാം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ പരാജയത്തെയാണ് സൂചിപ്പിക്കുന്നത്. In Delhi, their partner Narendra Modi is playing havoc. ഇന്ന് ഡൽഹിയിൽ നരേന്ദ്രമോദി ഇവിടെ പങ്കാളിയായ നരേന്ദ്രമോദി ഇതേ രീതിയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. He is fully controlled by Donald Trump. അദ്ദേഹം പരിപൂർണമായി ഇന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിയന്ത്രണത്തിലാണ്. If Donald Trump says jump, Narendra Modi jumps up. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് ചാടാൻ പറഞ്ഞാൽ അദ്ദേഹം ചാടുന്ന അവസ്ഥയിലാണ് ഇന്നുള്ളത്. If he says lie down, Narendra Modi lies down. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് കിടക്കാൻ പറഞ്ഞാൽ അദ്ദേഹം കിടക്കും. And if he says go to Israel, Narendra Modi flies to Israel. ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയോട് ഇസ്രായേലിലേക്ക് പോകാൻ പറഞ്ഞാൽ ഉടനെ അദ്ദേഹം ഇസ്രായേലിലേക്ക് പറക്കും. And the best part is, the most humiliating part, the most insulting part is that Narendra Modi calls Donald Trump sir. അതിന്റെ ഏറ്റവും അപഹാസ്യമായ, ഏറ്റവും അധികം നമ്മളെല്ലാം വേദനിപ്പിക്കുന്ന അതിന്റെ ഭാഗം എന്ന് പറയുന്നത് ഡൊണാൾഡ് ട്രംപ് പറയുന്നു നരേന്ദ്രമോദി അദ്ദേഹത്തെ വിളിക്കുന്നത് സാർ എന്നാണ്. He thinks he's back in the British times. അദ്ദേഹം വിചാരിക്കുന്നത് അദ്ദേഹം ബ്രിട്ടീഷ് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്നാണ്. He has forgotten that India is an independent nation. അദ്ദേഹം ഇന്ത്യ ഒരു സ്വതന്ത്ര രാജ്യമാണെന്ന് മറന്നിരിക്കുന്നു. And our prime minister should never call anybody sir. നമ്മുടെ പ്രധാനമന്ത്രി ഒരിക്കലും ഒരാളെയും സർ എന്ന് അഭിസംബോധന ചെയ്യാൻ പാടില്ല. The prime minister is not supposed to do the job of Donald Trump. He's supposed to do the job of the people of Kerala and the people of India. നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് പറയുന്ന ജോലിയല്ല ചെയ്യേണ്ടത്.
അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കേണ്ടത്. The same way Donald Trump controls Narendra Modi, Narendra Modi controls the Chief Minister of Kerala. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതേപോലെ തന്നെ നരേന്ദ്രമോദി കേരളത്തിൽ പിണറായി വിജയനെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. When the phone call comes, when Donald Trump phone call comes, Modi ji sits in front of the phone and he picks up the phone and says, "Yes sir, what can I do for you?" ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ ഫോണിൽ വിളിക്കുമ്പോൾ ആ ഫോണിന്റെ മുമ്പിൽ നിന്ന് ഫോൺ എടുത്തുകൊണ്ട് യെസ് സാർ, ഞാൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത് പോലെ. And he signed the US deal where he sacrificed our energy security, he sacrificed our agricultural sector, he sacrificed our small and medium businesses. അദ്ദേഹം US-ഉമായിട്ട് വ്യാപാര കരാർ ഒപ്പിട്ടപ്പോൾ നമ്മുടെ ഊർജ്ജ സുരക്ഷയെ അദ്ദേഹം ഇല്ലാതെയാക്കി. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട വ്യാപാര മേഖലയെ അതില്ലാതെയാക്കി. നമ്മുടെ കാർഷിക രംഗത്തെ അതില്ലാതെയാക്കുന്ന രീതിയിലാണ് ആ വ്യാപാര കരാർ ഒപ്പിട്ടത്. Now you all know the corruption done by the Chief Minister of Kerala and his family. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും നടത്തിയിരിക്കുന്ന അഴിമതി എന്താണ് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. Every child in Kerala knows the corruption of the Chief Minister. ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ അഴിമതിയെ സംബന്ധിച്ച് കേരളത്തിലെ എല്ലാ കൊച്ചു കുട്ടികൾക്കും അറിയാവുന്നതാണ്. I fight Narendra Modi. I have 36 cases against me. I'm out on bail. I've been interrogated for 55 hours. They took away my house. They took away my Lok Sabha membership. ഞാൻ നരേന്ദ്രമോദിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണവും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എല്ലാവരും അറിയാം, എനിക്കെതിരെ 38 കേസുകളുണ്ട്. എന്നെ 55 മണിക്കൂർ തുടർച്ചയായി ചോദ്യം ചെയ്തു. എന്റെ ലോകസഭാ അംഗത്വം അവർ റദ്ദാക്കി. എന്റെ വീട് അവരെടുത്തുകൊണ്ടുപോയി. Narendra Modi cannot threaten me. നരേന്ദ്രമോദിക്ക് എന്നെ ഒരിക്കലും ഭീഷണിപ്പെടുത്താൻ കഴിയില്ല. In fact, if you saw the last parliament session, when I was going to speak, Narendra Modi ran away from Parliament House. കഴിഞ്ഞ പാർലമെന്റ് സെഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ സഭയിൽ നിന്ന് ഒളിച്ചോടി പോവുകയായിരുന്നു. But Narendra Modi has full control on your Chief Minister. പക്ഷേ നരേന്ദ്രമോദിക്ക് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ മേൽ പരിപൂർണമായ നിയന്ത്രണമുണ്ട്. Same way, when Narendra Modi's phone call comes to Chief Minister Kerala, Chief Minister Kerala picks up the phone and says, "Yes sir, what can I do for you?" ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ വിളിക്കുമ്പോൾ പറയുന്നത് പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോൺ കോൾ തിരുവനന്തപുരത്തേക്ക് എത്തിയാൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ഫോൺ എടുത്തിട്ട് പറയും, "യെസ് സർ, നിങ്ങൾക്ക് വേണ്ടി എന്താണ് ഞാൻ ചെയ്യേണ്ടത്" എന്ന് ചോദിക്കും. Now UDF is making certain commitments to the people of Kerala. നമ്മൾ ഇപ്പോൾ UDF കേരളത്തിന്റെ ജനങ്ങളോട് ചില പ്രഖ്യാപനങ്ങൾ, ചില വാഗ്ദാനങ്ങൾ നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. I was listening to the young lady who sang Vande Mataram. ഞാൻ ഇവിടെ ആ വന്ദേ മാതരം പാടിയ ആ കൊച്ചു കുട്ടിയെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. Where is she gone? എവിടെയാണ് ആ കുട്ടി? എവിടെ Where is she? എവിടെ വന്ദേ മാതരം പാടിയ കുട്ടി? എന്ത്? Come. I was listening and I was thinking to myself. ഞാനത് കേൾക്കുമ്പോൾ ഞാൻ എന്നെ കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. I was thinking to myself how beautifully she sang this song. ഞാൻ ചിന്തിക്കുകയായിരുന്നു എന്നോട് തന്നെ, എത്ര മനോഹരമായാണ് ആ കുട്ടിയുടെ പാടിയത്. In front of such a huge crowd. How old are you? ഇത്രയും വലിയ ഒരു ആൾക്കൂട്ടത്തിന് മുമ്പിൽ ആ കുട്ടി എങ്ങനെയാണ് പാടിയത്? Without any fear. ഒരു ഭയവുമില്ലാതെ. She represents the women of Kerala. ഇവരാണ് കേരളത്തിലെ സ്ത്രീത്വത്തെ പ്രതിദാനം ചെയ്യുന്നത്. Fearless, courageous. ഭയമില്ലാതെ ഉള്ള ഒരു സ്ത്രീത്വത്തെയാണ് ഇവർ പ്രതിദാനം ചെയ്യുന്നത്. And don't think what you heard didn't take hard work. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ കേട്ടതിന്റെ പിന്നിൽ ഒരു കഠിന പ്രയത്നമില്ലായിരുന്നു എന്ന് ചിന്തിക്കരുത്. Don't think that she did not sing for hours and hours and hours and hours to sing as beautifully as she did today. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ന് ഇവിടെ നിന്ന് ഇത്രയും മനോഹരമായി അത് പാടുവാൻ
എത്ര മണിക്കൂറുകൾ അവർ പാടി 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 പഠിച്ചതായിരിക്കും. And that is why we want to make sure that every young girl in Kerala, every woman in Kerala is protected. അതുകൊണ്ടാണ് നമ്മൾക്ക് ഉറപ്പാക്കേണ്ടത് കേരളത്തിലെ എല്ലാ ചെറുപ്പക്കാരായ വിദ്യാർത്ഥിനികളെയും സംരക്ഷണം വേണമെന്ന് നമുക്ക് ഉറപ്പാക്കേണ്ടത് അതുകൊണ്ടാണ്. So that is why bus travel in Kerala for women is going to be free after the UDF comes to power. അതുകൊണ്ടാണ് കേരളത്തിൽ UDF അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്കുള്ള KSRTCയിലെ ബസ് യാത്ര പരിപൂർണമായി സൗജന്യമായിരിക്കും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. And every college going girl, every girl who's going to university in Kerala is going to get 1,000 rupees a month every month to support her. അതുകൊണ്ടാണ് കോളേജിൽ പോകുന്ന സർവകലാശാലകളിൽ പോകുന്ന വിദ്യാർത്ഥിനികൾക്ക് എല്ലാ മാസവും 1000 രൂപ അവർക്ക് നൽകും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. Whatever it is you want to do, if you want to learn how to sing, you want to become a doctor, nurse, lawyer, whatever you want to do, you want to be a housewife, the UDF government is going to give you the support and the protection to do it. നിങ്ങൾക്ക് എന്താവാനും, നിങ്ങൾക്ക് ഡോക്ടർ ആവാൻ അല്ലെങ്കിൽ മറ്റ് ഏത് മേഖല തിരഞ്ഞെടുക്കാനും, നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തും നടക്കാൻ, അതുപോലെ തന്നെ ഒരു വീട്ടമ്മയാണെങ്കിലും നിങ്ങൾക്ക് UDFന്റെ ഗവൺമെന്റ് സംരക്ഷണം ഉറപ്പാക്കും. For senior citizens, we are going to have a dedicated ministry that looks after them and their issues. നമ്മുടെ മുതിർന്ന പൗരന്മാർ അവരുടെ പ്രശ്നങ്ങൾ നോക്കുന്നതിന് വേണ്ടി, അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേകമായ വകുപ്പ് തന്നെ നമ്മൾ രൂപീകരിക്കും. And we are going to increase their pension to 3,000 rupees. അതുപോലെ തന്നെ അവർക്ക് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സാമൂഹിക സുരക്ഷ പെൻഷൻ അത് 3000 രൂപയായി നമ്മൾ വർദ്ധിപ്പിക്കും. For young people, boys and girls who want to become entrepreneurs, who want to give jobs to the people of Kerala, who want to fight unemployment in Kerala, we are going to give interest-free loans of 5 lakh rupees. ഈ കേരളത്തിലെ ചെറുപ്പക്കാർ, യുവാക്കൾക്ക്, സംരംഭകരാവാൻ ആഗ്രഹിക്കുന്നവർക്ക്, തൊഴിൽ ദാതാക്കളാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ കേരളത്തിൽ അവരുടെ സംരംഭകം നടത്തുന്നതിന് വേണ്ടി 5 ലക്ഷം രൂപയുടെ പലിശയില്ലാത്ത വായ്പ നമ്മൾ അവർക്ക് ലഭ്യമാക്കും. And our new healthcare scheme, the Omen Chandy healthcare scheme, is going to provide 25 lakh rupees to every single family for health insurance. അതുപോലെ തന്നെ നമ്മൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ബഹുമാന്യായ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ളത് ഒരു കുടുംബത്തിന് ഒരു വർഷം 25 ലക്ഷം രൂപയുടെ ആരോഗ്യ സംരക്ഷണം നമ്മൾ ഉറപ്പാക്കും. Every single person who has a family member who is sick today, no matter what they have, cancer, heart disease, anything that makes them sick, every single one of these people is going to be protected after we come to power. ഒരു കുടുംബത്തിൽ ആർക്കെങ്കിലും രോഗം ബാധിച്ചാൽ, അത് ക്യാൻസർ ആവട്ടെ, ഹൃദയ രോഗമാവട്ടെ, എന്തുമാവട്ടെ, അവർ ആരാണെങ്കിലും അവർക്ക് ചികിത്സയ്ക്ക് വേണ്ടി അവർക്ക് ലഭിക്കുന്നതിന്റെ പണം നമ്മൾ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കും. If you have a brother who has cancer, a mother or father who are suffering from heart disease or need a surgery, we are going to guarantee your family 25 lakh rupees to do that. നിങ്ങളുടെ ആരെങ്കിലും സഹോദരനോ സഹോദരിക്കോ ഒരു ക്യാൻസർ ആണെങ്കിൽ, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർക്ക് ആർക്കെങ്കിലും ഹൃദ്രോഗബാധയാണെങ്കിൽ, അങ്ങനെ ഏതെങ്കിലും ഒരു സർജറി അവർക്ക് വേണ്ടി വന്നാൽ അവർക്ക് 25 ലക്ഷം രൂപയുടെ പിന്തുണ ഉറപ്പാക്കും എന്ന് നമ്മൾ പ്രഖ്യാപിക്കുന്നു. And this scheme is going to be for anybody, any family that needs health support. ഈ പദ്ധതി ആരോഗ്യ സംരക്ഷണം ആവശ്യമുള്ള ഏതു കുടുംബത്തിനും ആരൊരാൾക്കും ലഭ്യമാക്കുന്നതായിരിക്കും. I'd like to thank everybody for coming here. ഞാൻ ഇവിടെ എത്തിയ എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. It's an honor for me to come and speak to you. എനിക്ക് ഇവിടെ വന്ന് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞത് വലിയൊരു ആദരമായി ഞാൻ കണക്കാക്കുന്നു. As you know, I was member of parliament here in Wayanad. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഞാൻ ഇവിടെ വയനാടിലെ ജനപ്രതിനിധിയായും പാർലമെന്റ് മെമ്പർ ആയിരുന്നു. And I had first hand experience of some of the local issues. എനിക്ക് കേരളത്തിലെ ചെറിയ പ്രാദേശികമായ വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്ക് നേരിട്ട് അറിയാവുന്നതായിരുന്നു. I know that local farmers here have very particular type of issues. എനിക്കറിയാം ഇവിടുത്തെ പ്രാദേശികമായ കർഷകർക്ക് അവർക്ക് പ്രത്യേകമായ പ്രശ്നങ്ങളുണ്ട്.
I understand the delicate issue of man-animal conflict. ഞാൻ ഇവിടുത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷത്തെ സംബന്ധിച്ച് ഏറ്റവും സങ്കീർണമായ ആ വിഷയത്തെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായി അറിയാം. The UDF government will try and solve these problems with you. നമ്മുടെ UDFന്റെ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ നിങ്ങളുടെ ഈ വിഷയങ്ങൾ പ്രത്യേകമായി പരിഗണിച്ച് പരിഹരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. And I would like to thank all of you for supporting me and giving me so much love and affection. ഞാൻ നിങ്ങൾ ഓരോരുത്തരും എനിക്ക് നിങ്ങൾ ഇത്രമാത്രം നൽകുന്ന സ്നേഹത്തിനും നിങ്ങളുടെ പിന്തുണയ്ക്കും ഞാൻ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. I might not be born in Kerala, but I think I am an honorary Keralite. ഞാൻ കേരളത്തിൽ ജനിച്ചതായിരിക്കില്ല, പക്ഷേ ഞാൻ ഈ കേരളത്തിന്റെ തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Thank you very much. നന്ദി.